ഹായ് നമസ്കാരം. നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊല്ലുന്നത് സ്വാതന്ത്ര്യ സമരം, അതും മതത്തിൻ്റെ പേര് ചോദിച്ച ശേഷം പോയിന്റ് ബ്ലാക്കിൽ വെടിയുതിർക്കുന്നത്. അങ്ങനെ തീവ്രവാദത്തിന് പുതിയ നിർവചനം നൽകുകയാണ് പാകിസ്ഥാൻ. പഹൽഗാമിൽ ആക്രമണം നടത്തിയത് തീവ്രവാദികൾ അല്ലെന്നും അവർ സ്വതന്ത്ര സമര സേനാനികളാണെന്നുമുള്ള വിശേഷണവുമായി പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ദാറാണ് തീവ്രവാദികളെ സ്വതന്ത്ര സമര സേനാനികളെന്ന് വിശേഷിപ്പിച്ചത്. വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് അർഹിക്കുന്ന തിരിച്ചടി ഇന്ത്യ നൽകേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ അഹങ്കാരം പറച്ചിൽ. അതിനിടെ അതിർത്തിയിലെ തീവ്രവാദ ക്യാമ്പുകൾ പാകിസ്ഥാൻ ഒഴിപ്പിക്കുകയാണ്. തീവ്രവാദ കമാൻഡർമാരെ വിമാനത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു. സർജിക്കൽ സ്ട്രൈക്ക് ഭീഷണിയിൽ ആണ് ഇതെല്ലാം. ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുന്നതിനിടെയാണ് ദാറിൻ്റെ പരാമർശം എന്നതാണ് ഏറെ ശ്രദ്ധേയം. പാകിസ്ഥാനെതിരെയുള്ള ഒരു കയ്യേറ്റവും നടപടി അംഗീകരിക്കില്ലെന്നും ദാർ പറഞ്ഞു. സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയ നടപടിയെക്കുറിച്ചും ദാർ പ്രതികരിച്ചു. പാകിസ്ഥാനിലെ 240 ദശലക്ഷം ജനങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. നിങ്ങൾക്ക് ഇത് തടയാൻ കഴിയില്ല. ഇതൊരു യുദ്ധത്തിന് തുല്യമാണ്. ഇന്ത്യ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്താൽ സമാന രീതിയിലുള്ള മറുപടി നൽകും എന്നാണ് ദാർ പറഞ്ഞത്. ദാറിൻ്റെ വാക്കുകൾ ഗൗരവത്തിൽ ഇന്ത്യ എടുക്കുന്നുണ്ട്. തീവ്രവാദികളെ ദാർ അനുകൂലിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നതാണ്. ഇന്ത്യ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്താൽ തിരിച്ചടി നൽകുമെന്നും ഇഷാഖ് ദാർ പറയുന്നു. സിന്ധു നദീജല കരാർ പ്രകാരം തങ്ങൾക്ക് ലഭിക്കേണ്ട വെള്ളം തിരിച്ചുവിടാനുള്ള ഏതൊരു നീക്കവും യുദ്ധ നടപടിയായി കണക്കാക്കുമെന്നും പാകിസ്ഥാൻ നിലപാടെടുത്തിരുന്നു. അതേസമയം 3 പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടി പലതും ചെയ്തെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. ലഷ്കർ-ഇ തയ്യബയെക്കുറിച്ച് അറിയില്ലെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള അതിൻ്റെ ശാഖയായ ദ റെസിഡൻസ് ഫ്രണ്ടിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ലഷ്കർ-ഇ തയ്യബ ഒരു പഴയ വാക്കാണ്, അതിപ്പോൾ നിലവിൽ ഇല്ലെന്നും ഖാജ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെതിരെ പ്രഖ്യാപിച്ച നടപടികളിലേക്ക് ഇന്ത്യ കടന്ന് പാക് പൗരന്മാർക്കുള്ള വിസ നടപടികൾ നിർത്തലാക്കി. 27-നകം പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെഡിക്കൽ വിസ കാലാവധി ഏപ്രിൽ 29 വരെ മാത്രമാണ്. ഇന്ത്യൻ നടപടികൾക്ക് മറുപടിയായി പാകിസ്ഥാനും രംഗത്തെത്തിയിട്ടുണ്ട്. നിയന്ത്രണ രേഖയെ മാനിക്കുന്ന 1972 ഷിംല കരാർ പാകിസ്ഥാൻ മരവിപ്പിച്ചു. ഇതിനൊപ്പം എല്ലാ ഉഭയകക്ഷി കരാറും മരവിപ്പിക്കും. പാക് വ്യോമ മേഖലയിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും വാഗ അതിർത്തി അടക്കുകയും ചെയ്തു. വാണിജ്യ ഇടപാടുകൾ മരവിപ്പിച്ചു. ഇന്ത്യൻ മിലിറ്ററി അറ്റാഷേമാർ ഏപ്രിൽ 30-നുള്ളിൽ രാജ്യം വിടണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയും തുടർന്ന് അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കുകയും ചെയ്യുന്നതിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണവുമായി പാകിസ്ഥാൻ. ഇന്ത്യൻ ആർമി കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ടീം ഇൻസെന്റ് PK എന്ന ഹാക്കിംഗ് ഗ്രൂപ്പാണ് ഹാക്ക് ചെയ്തത്. ഹാക്ക് ചെയ്തതിന് പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവി നടത്തിയ വിവാദ ദ്വിരാഷ്ട്രവാദം വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഒഫീഷ്യൽ പേജ് ഹാക്ക് ചെയ്തതായി വിവരം പുറത്തുവരുന്നത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ നിരവധി നടപടികൾ പ്രഖ്യാപിച്ചതിന് 2 ദിവസത്തിന് ശേഷമാണ് ഹാക്കർമാരുടെ ആക്രമണം. ആർമി കോളേജ് ഓഫ് നഴ്സിംഗ് ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണെന്നും സൈബർ ആക്രമണത്തിൽ ദേശീയ നോഡൽ ഏജൻസിയായ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിൻ്റെ സഹായം തേടിയിട്ടുണ്ടെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ടീം ഇൻസെന്റ് PK എന്ന ഹാക്കർ സംഘം മുൻപും ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. 2023 G20 ഉച്ചകോടിക്ക് മുന്നോടിയായി അവർ സർക്കാർ വെബ്സൈറ്റുകളെ ലക്ഷ്യമിട്ടിരുന്നു. 2024
എന്ന പ്രൊമോ കോഡ് പുറത്തിറക്കിയതിന് ശേഷം ജനപ്രിയ ബർഗർ ശൃംഖലയായ ബർഗർ കിങ്ങിനെതിരെ നടന്ന സൈബർ ആക്രമണത്തിലൂടെയാണ് ഇവർ കൂടുതൽ കുപ്രസിദ്ധി ആർജിച്ചത്. ഹാക്കർമാർ ശൃംഖലയുടെ വെബ്സൈറ്റിന്റെ ചില ഭാഗങ്ങൾ മാറ്റുകയും ഒരു ഡിജിറ്റൽ ഗ്രാഫിറ്റി വാൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതുകൂടാതെ കേരളത്തിൽ 2023 പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകർ ഉൾപ്പെടെ ജീവനക്കാരുടെയും വിവരങ്ങളടങ്ങിയ ഓൺലൈൻ ഡേറ്റാബേസ് ഈ സംഘം ചോർത്തിയിരുന്നു. സമ്പൂർണ്ണ പോർട്ടലിൽ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങളിൽ തിരുവനന്തപുരം കാട്ടാക്കടയിലെ ഒരു എയ്ഡഡ് സ്കൂളിലെ വിവരങ്ങളാണ് ചോർത്തിയത്. ടീം ഇൻസൈൻ PK എന്ന ഹാക്കർ സംഘം ഈ വിവരങ്ങൾ ട്വിറ്ററിൽ പരസ്യപ്പെടുത്തുകയും ചെയ്തു. കുട്ടികളുടെ പേര്, ചിത്രം, ID കാർഡ് നമ്പർ, ക്ലാസ്, ഫോൺ നമ്പർ, രക്ഷിതാവിൻ്റെ പേര്, ജീവനക്കാരുടെ വിവരങ്ങൾ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾക്കൊപ്പം SSLC IT പരീക്ഷ നടത്തുന്ന സോഫ്റ്റ്വെയറിലെ ലോഗിൻ വിവരങ്ങളും ചോർത്തിയിട്ടുണ്ട്. ചോർത്തിയ ഫോൺ നമ്പറുകളിലേക്ക് 10 ദിവസം മുമ്പ് ഹാക്കർമാരുടെ സന്ദേശം ലഭിച്ചതോടെ രക്ഷിതാക്കൾ വിവരം സ്കൂളിൽ അറിയിച്ചു. പാകിസ്ഥാൻ മൊബൈൽ നമ്പറുകളിൽ നിന്നായിരുന്നു സന്ദേശം. അതേസമയം കാശ്മീരിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് പാകിസ്ഥാനും അവർ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തിനുമെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയും വന്നു. ഏപ്രിൽ 24 സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാരുമായുള്ള ഉൾപ്പെടെയുള്ള സംഘം ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ ഇന്ത്യൻ ദേശീയ പതാകയുമായി പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ചു. നീങ്ങിയത് ഒരു അപൂർവ കാഴ്ചയായിരുന്നു. അതിനുള്ള ധൈര്യം മുൻപ് ആർക്കുമില്ലായിരുന്നു. കാരണം ഭീകരർ കണക്കു ചോദിക്കുമെന്നത് തന്നെയാണ്. ഇവിടെ മറ്റൊരു വസ്തുത കൂടി നാം അറിയണം. 1991 മെയ് 21 രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് വരെ തമിഴ് മക്കൾ 95% LTTയുടെ നടപടികൾക്കും അനുകൂലമായിരുന്നു. അവർക്ക് പണം, പെട്രോൾ, തുണി, വീട്ടുസാധനങ്ങളൊക്കെ സൗജന്യമായി പല ഗ്രാമങ്ങളിൽ നിന്നും നൽകിയിരുന്നു. ലങ്കൻ തമിഴ് സഹോദരങ്ങൾക്കായി സ്ത്രീകൾ സ്വന്തം താലിമാല വരെ ഊരി നൽകിയ ചരിത്രമുണ്ട്. എന്നാൽ 1991 മെയ് 21 LTT നടത്തിയ രാജീവ് ഗാന്ധിയുടെ നൃശംസമായ കൊലപാതകത്തിന് തമിഴ്നാട്ടിലെ തമിഴ് മക്കളുടെ മനസ്സ് ഒന്നടങ്കം മാറുകയായിരുന്നു. LTTയെ സ്വന്തം പോലെ കരുതി പോന്നവർ അവർ പൂർണ്ണമായും വെറുത്തു. തമിഴ്നാട്ടിലെ 95% ജനവും LTTക്കെതിരായ അത്ഭുതമാറ്റം വിവരിക്കുക പ്രയാസമാണ്. അതേ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇന്ന് കാശ്മീർ ജനത. തങ്ങളുടെ നാട് കാണാൻ കൈനിറയെ പണവും മനസ്സ് നിറയെ സ്വപ്നങ്ങളുമായി വിവിധ നാടുകളിൽ നിന്നും എത്തിയ നിസ്സഹായരായ അതിഥികളെ അതിക്രൂരമായി ഭാര്യയ്ക്കും മക്കൾക്കും മുന്നിലിട്ട് കൊന്ന ഭീകരതയെ ഇന്നവർ വെറുക്കുകയാണ്. വല്ലാത്ത രോഷമാണ് കാശ്മീർ